പോകുന്ന കഥയുടെ പേര് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം. ഒരിടത്ത് വിജയത്തിന് വേണ്ടി കൊതിക്കുന്ന കായികാഭ്യാസിയായ ഒരു ബാലനുണ്ടായിരുന്നു. അവന് വിജയം എന്നാൽ മത്സരത്തിൽ ഒന്നാമനാവുക എന്ന് മാത്രമായിരുന്നു. ഒരു ദിവസം അവനും മറ്റു രണ്ടു ചെറിയ കുട്ടികളും കൂടി അവന്റെ ഗ്രാമത്തിൽ വെച്ചൊരു ഓട്ട മത്സരം സംഘടിപ്പിച്ചു. ഈ ആവേശകരമായ മത്സരത്തിൽ സാക്ഷികളാവാൻ വൻ ജനാവലി തന്നെയാണ് തടിച്ചുകൂടിയിരുന്നു. കൂട്ടത്തിൽ ഈ മത്സരം കാണാൻ വേണ്ടി ദൂരെ ദിക്കിൽ നിന്നും ഒരു നാണിയായ വൃദ്ധനുണ്ടായിരുന്നു. കാത്തിരുന്ന മത്സരം തുടങ്ങി. തുടക്കത്തിൽ എല്ലാവരും ഒരുപോലെ മുന്നേറിയെങ്കിലും അച്ചേറുവാൻ അവന്റെ നിശ്ചയദാർഢ്യവും കഴിവും ശക്തിയും കുതിക്കുകയും ഒന്നാമതെത്തുകയും ചെയ്തു. കാണികൾ കാലഘോഷങ്ങളോടെ അവനേറ്റു. ആ സമയം ഓരോ സന്തോഷവും കാണിക്കാതെ ശാന്തനായി നിന്നു. എങ്കിലും ആ ബാലന് തന്റെ വിജയത്തിൽ അതിയായ സന്തോഷം തോന്നി. വീണ്ടും മത്സരം നടത്താൻ തീരുമാനിച്ചു. രണ്ടു ശക്തരായ യുവാക്കൾ ചെറുബാലനോടൊപ്പം മത്സരിക്കാൻ മുന്നോട്ട് വന്നു. മത്സരം തുടങ്ങി. വീണ്ടും അവൻ തന്നെ ഒന്നാമതെത്തുകയും ചെയ്തു. കാണികൾ വീണ്ടും അവന് വേണ്ടി കരഘോഷങ്ങൾ മുഴക്കി. ആ സമയം ഓരോ സന്തോഷവും കാണിക്കാതെ നാണിയായ വൃദ്ധൻ ശാന്തനായി നിന്നു. എങ്കിലും ആ ബാലന് തന്റെ വിജയത്തിൽ അതിയായ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. അടുത്ത മത്സരം അവൻ ആർത്തു വിളിച്ചു. ആ സമയം നാണിയായ വൃദ്ധൻ മുന്നോട്ട് വരികയും ഒരു പുതിയ രണ്ട് എതിരാളികളെ കൊടുക്കുകയും ചെയ്തു. അവശയായ ഒരു മുതിർന്ന സ്ത്രീയും ഒരന്തരം. എന്താണിത്? ആ കുട്ടി തമാശ രൂപത്തിൽ ചോദിച്ചു. ഇതൊരു മത്സരമല്ലല്ലോ, മത്സരിക്കൂ, ആ വൃദ്ധൻ പറഞ്ഞു. മത്സരം തുടങ്ങി. ആ ബാലൻ മാത്രം ഓടുകയും മത്സരം ഒന്നാമതായി പൂർത്തിയാവുകയും ചെയ്തു. മറ്റു രണ്ടുപേർ തുടങ്ങിയോട് തന്നെ നിൽക്കുകയായിരുന്നു. അവൻ സന്തോഷത്താൽ തന്റെ കൈകൾ കാണികൾക്കു നേരെ വീശി. പക്ഷേ കൂട്ടം അവന്റെ വിജയത്തിൽ ഓരോ സന്തോഷവും കാണിക്കാതെ ശാന്തനായി നിന്നു. എന്തു പറ്റി? എന്തുകൊണ്ടാണ് ജനങ്ങൾ എന്റെ വിജയത്തിൽ പങ്കുചേരാത്തത്? അവൻ നാണിയായ വൃദ്ധനോട് ചോദിച്ചു. വീണ്ടും മത്സരിക്കൂ, അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ സമയം നിങ്ങൾ 3 പേരും ഓരോ മിനിറ്റ് മത്സരം പൂർത്തിയാക്കണം. അദ്ദേഹം തുടർന്നു. ആ ബാലൻ കുറച്ചു നേരം ആലോചിച്ചു. ഇതിന് കൂടെ മത്സരിക്കുക. അവശയായ മുതിർന്ന സ്ത്രീയുടെയും അന്ധനായ യുവാവിന്റെയും കൈ പിടിച്ചു. വളരെ വളരെ പതിയെ അവരോടൊപ്പം നടന്നു. അവസാന ഘട്ടത്തിലെത്തി. കാലുകൾ തവണ ആവേശത്തോടെ കരഘോഷത്തോടെ തന്നെ അവനെതിരേറ്റു. ആ നാണിയായ വൃദ്ധൻ അവനെ നോക്കി പുഞ്ചിരിയോട് തലയെട്ടി. ഈ സ്ഥലം അവന് അന്നത്തെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. അപ്പൂപ്പ, ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ കൈവരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല, അവർ അപ്പൂപ്പനോട് ചോദിച്ചു. അപ്പൂപ്പൻ അവന്റെ തോളിൽ കൈവച്ചു. അവന് കടകളിലേക്ക് നോക്കി പതിയെ പറഞ്ഞു. മകനെ, ഇതുവരെ നീ വിജയിച്ച മറ്റു മത്സരത്തേക്കാൾ തിളക്കമുള്ളതാണ് ഈ മത്സരത്തിലെ നിന്റെ വിജയം. ഇതിൽ അവ കൈയെടുത്തത് ഒരു വിജയിക്കും വേണ്ടിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്? മത്സരത്തിലെ വിജയമാണോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരേ അളവുകോൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നിങ്ങൾ തിരികെ നോക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കപ്പെടും. ഈ മത്സരത്തിൽ ആരാണ് നിങ്ങൾ കൂടി ഓടിയത്? അവർ ആവശ്യരും പ്രായമുള്ളവരുമാണെങ്കിൽ നീ അവരുടെ ലക്ഷ്യം കണ്ടെത്താൻ സാധിച്ചോ? നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ മത്സരം പൂർത്തിയാക്കിയത്? കാരണം ഇതാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മത്സരം. അതുകൊണ്ട് ഓടുക. ജീവിതം എന്ന ഈ മത്സരത്തിൽ ഓടുക തന്നെ ചെയ്യുക. പക്ഷേ ഒരു കാര്യം മക്കൾ